ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കാണ്. ഇതും NEP-യുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. NEP 2020 emphasizes the importance of early childhood care and education for children in the age group of 3 to 6 years by 2025. NEP എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയറിനും എഡ്യൂക്കേഷനും. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ്, അവിടെ കെയറിങ്ങിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. 2025 ആകുമ്പോഴേക്കും 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് NEP 2020 ഫോക്കസ് ചെയ്യുന്നത്. The policy aims to provide universal access to quality ECC through Anganwadis and pre-primary education schools. ഈ പോളിസി ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയാണ്? യൂണിവേഴ്സൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ? ECCയിലൂടെ ഈ അങ്കണവാടിയിലൂടെയും പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലൂടെ ആണ് ഈ പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്നത്. എ നാഷണൽ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ ഫ്രെയിംവർക്ക് ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ NCPFECCE for children up to the age of 8 will be developed by NCERT. അത് NCERT ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രത്യേകം കരിക്കുലമൊക്കെ എന്തുണ്ട് ഈ ഒരു ECCക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ ഫ്രെയിംവർക്കിലൂടെയാണ് ഈ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് പഠിക്കാനും ചിന്തിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള അതുപോലെയുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ദെൻ ന്യൂ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ സ്ട്രക്ചർ. ഇപ്പം ഇനി നമുക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന പെഡഗോജിക്കൽ സ്ട്രക്ചറാണ്. ഇപ്പോൾ നമ്മളെ സിസ്റ്റം ഒക്കെ മാറുകയാണ്. ഇനി എങ്ങനെയാണ് പെഡഗോജിക്കൽ സ്ട്രക്ചർ ഇനിയുള്ളത് എങ്ങോട്ടാണ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. നമ്മൾ പുതിയ സിലബസൊക്കെ പുതിയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്താ നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് താഴ്ന്ന് മേലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ 2 ഇയേഴ്സ് 2 വയസ്സ് മുതൽ ക്ലാസ് 1 and 2 ഏജസ് 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ 6 to 8 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ക്ലാസ് 1 2 എന്നുള്ള വർഷത്തിൽ 2 വർഷത്തെ കോഴ്സ്. പിന്നെ അതിൻ്റെ മുന്നേ എന്ത് വരുന്നുണ്ട്? ഈ അങ്കണവാടി, പ്രീ സ്കൂള്, ബാലവാടി ഇതുപോലെയുള്ള കാര്യങ്ങൾ. അതിന് 3 to 6 വരെയാണ് ഏജ് ഗ്രൂപ്പുള്ളത്. ഇത് 2 വയസ്സ് 3 വർഷത്തെ കോഴ്സാണ് അങ്കണവാടിയിലും പ്രീ സ്കൂളിലും ബാലവാടിയിലും ഒക്കെ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്കണവാടി, പ്രീ സ്കൂള്, ബാലവാടി ഇങ്ങനെയുള്ള കരിക്കുലർ സിസ്റ്റത്തിൽ 3 വർഷത്തെ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ ക്ലാസ് 2 വർഷത്തെ ക്ലാസ് 1 ആൻഡ് 2 സ്റ്റാൻഡേർഡ്. അത് ഏജ് ഗ്രൂപ്പ് വരുന്നത് 6 to 8 വരെ. ദെൻ തേർഡ് എന്ന് പറയണത് 8 മുതൽ 11 വരെ 11th വരെയുള്ള കുട്ടികൾക്കുള്ളത്. അത് ക്ലാസ് 3 to 5 വരെ 3 വർഷത്തെ കോഴ്സ്. ദെൻ അതിൻ്റെ തൊട്ട് മേലെ ഏജ് ഗ്രൂപ്പ് 11 to 14 വരെ 6 to 8 വരെയുള്ള ക്ലാസ്സുകൾക്ക് 3 വർഷത്തെ കോഴ്സ്. ദെൻ ലാസ്റ്റ് ഏജ് ഗ്രൂപ്പ് 14 to 18 വരെ, അവിടെ 9 to +2 വരെ 4 വർഷത്തെ കോഴ്സ്. ഈ ഒരു ഫസ്റ്റത്തെ 5 വർഷം ഫൗണ്ടേഷണൽ കോഴ്സ്. ദെൻ 3 വർഷം പ്രിപ്പറേറ്ററി. ദെൻ ആഫ്റ്റർ 3 ഇയേഴ്സ് മിഡില്. ദെൻ 4th ഇയർ സെക്കൻഡറി. ഈ ഒരു ഇതിലാണ് 5+3+3+4 എന്ന ഒരു കരിക്കുലർ സ്ട്രക്ചറിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. The 10+2 structure of school curricula is to be replaced by a 5+3+3+4 curricular structure.
ഇപ്പോൾ നമ്മൾ 10+2 സ്ട്രക്ചർ ഇപ്പോൾ മാറ്റിയിട്ട് 5+3+3+4 കരിക്കുലർ സ്ട്രക്ചറാണ് ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. 5 എന്ന് പറയുന്നത് അങ്കണവാടി മുതൽ, അതായത് പ്രീ പ്രൈമറി ആ ഒരു 3 വർഷത്തെ കോഴ്സ്, ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള 2 വർഷം 5 ആയിട്ട്. പിന്നെ 3 എന്ന് പറയുന്നത് ക്ലാസ് 3 to 5 ഒരു LP ലെവല്, ആ ഒരു ലെവലിലാണ് പോണത്. ദെൻ 3 വർഷം ഹൈസ്കൂളിൽ, അവിടെ 6 to 8 വരെ, 8ാം ക്ലാസ്സും UPയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പിന്നെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് 9 to +2 വരെ, ആ 4th ഈ ഒരു കരിക്കുലം സ്ട്രക്ചറാണ് ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. ദെൻ 5+3+3+4 structure is corresponding to the ages 3 to 8, 8 to 11th, 9 to 14th and 14 to 18 years. ആ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും. The new system will be have 12 years of schooling with 3 years of അങ്കണവാടി or preschool. അങ്ങനെ 12 വർഷത്തെ സ്കൂളിംഗ് ആണ്. അതിൽ എന്ത് ചെയ്യണം, 3 വർഷത്തെ അങ്കണവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ന്യൂ സിസ്റ്റം ഹാസ് 4 stages. ഒന്ന് ഫൗണ്ടേഷണൽ സ്റ്റേജ്, സെക്കൻഡ് പ്രിപ്പറേറ്ററി സ്റ്റേജ്, തേർഡ് മിഡിൽ സ്റ്റേജ് ആൻഡ് ഫോർത്ത് സെക്കൻഡറി സ്റ്റേജ്. ഇതൊക്കെ ഉൾപ്പെടുക. അപ്പോൾ പ്രീ പ്രൈമറി അല്ലെങ്കിൽ ബാലവാടി മുതൽ നമ്മൾ +2 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെഡഗോജിക്കൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.